ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട വൈദിക ശ്രേഷ്ഠൻ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം ഇപ്പോൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങപ്പ് പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ശൂനോയോ നോമ്പ് ഓഗസ്റ്റ് മാസം 1 മുതൽ 15 വരെ ആചരിക്കുകയാണല്ലോ. ആത്മീയതയുടെ സുഗന്ധം പകർന്നുകൊണ്ട്, വിശുദ്ധിയുടെ പരിമളം വിതറിക്കൊണ്ട് പുണ്യം പൂക്കുന്ന ഈ 15 ദിനങ്ങൾ വിശ്വാസ ഹൃദയങ്ങളെ തരളിതമാക്കുകയാണ്. എന്താണ് ഈ അമ്മയുടെ പ്രത്യേകത? ധരയോളം താഴാനുള്ള എളിമയും വാനോളം ഉയരാനുള്ള വിശുദ്ധിയും കൈമുതലാക്കിയവളാണ് അമ്മ. ഈ അനുഭവങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന ഏതൊരു വ്യക്തിത്വവും അമ്മ മറിയത്തിൻ്റെ പിന്തുടർച്ചക്കാരികളാണ്. സുപ്രസിദ്ധ ആംഗലേയ സാഹിത്യകാരനായ ഷേക്സ്പിയർ പറയുന്നത്, അമ്മയുടെ ഹൃദയം സ്നേഹവും കരുണയും കവിഞ്ഞൊഴുകുന്ന അരുവികളാണ്. ഒരു മനുഷ്യന് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും അമൂല്യമായ സമ്മാനം എന്തെന്ന് ചോദിച്ചാൽ, സ്നേഹവും കരുതലും പകർന്നു നൽകുന്ന ഒരമ്മയെ ലഭിക്കുക എന്നതാണ്. കുരിശിൻ ചുവട്ടിൽ വെച്ച് തൻ്റെ അമ്മയെ യോഹന്നാന് ഏൽപ്പിച്ചുകൊണ്ട് യേശു കർത്താവ് തൻ്റെ അമ്മയെ സഭയ്ക്കായി നൽകപ്പെട്ടു. പറഞ്ഞാൽ തീരാത്ത വാക്കാണ് അമ്മ. ജീവിതത്തിൽ ഇനിയും ഏറെ ആഴങ്ങൾ താങ്ങാനുണ്ടെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വാക്കാണിത്. സ്നേഹത്തിൻ്റെ കടലിരമ്പം കേൾപ്പിക്കുന്ന വാക്കാണ്. വേദപുസ്തകത്തിൽ ഉടനീളം അമ്മ മറിയത്തിൻ്റെ ജീവിതം നാം പഠിക്കുമ്പോൾ, മംഗളവാർത്ത മുതൽ പെന്തിക്കോസ്തി പെരുന്നാൾ വരെ ഒരു വാഗ്മേയ ചിത്രം പോലെ നിറഞ്ഞു നിൽക്കുകയാണ്. അതിൽ നിന്ന് നമുക്ക് ഒന്നാമതായി മനസ്സിലാക്കാൻ പറ്റുന്നത്, അപരൻ്റെ നൊമ്പരം ഏറ്റെടുക്കുവാൻ പ്രേരിപ്പിക്കുന്നവളാണ് അമ്മ. ഒന്നാമതായി അപരൻ്റെ നൊമ്പരം ഏറ്റെടുക്കുവാൻ പ്രേരിപ്പിക്കുന്നവളാണ് അമ്മ. സാമൂഹിക പ്രതിബദ്ധതയുടെ ഊർജം പകർന്നു നൽകുന്ന ഈ അമ്മയെ കണ്ടുമുട്ടുന്നത് കാനാവിലെ കല്യാണ വിരുന്നിലാണ്. ആധുനിക വിരുന്ന് കാഴ്ചകളിൽ ഒന്നും തന്നെ അവിടുത്തെ ഇല്ലായ്മകളെ കുറിച്ച് ആർക്കും പരിചിതമല്ല. എന്നാൽ കാനാവിലെ കല്യാണത്തിൽ അവിടുത്തെ ഇല്ലായ്മയെ തിരിച്ചറിഞ്ഞുകൊണ്ട്, മറ്റുള്ളവർ അറിയാതെ തൻ്റെ ആ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ട് എന്തെന്നും മനസ്സിലാക്കി തൽക്ഷണം അതിനു വേണ്ടുന്ന നീക്കുപോക്കുകളെ ഉണ്ടാക്കിയെടുക്കുവാൻ ഒരമ്മ എന്ന നിലയിൽ മറിയത്തിന് കഴിഞ്ഞു. അത് അമ്മമാരുടെ മാത്രം പ്രത്യേകതയാണ്. ഇന്നത്തെ തലമുറയ്ക്ക് ഈ കല്യാണ വിരുന്നിൻ്റെ ദൗർലഭ്യത്തെക്കുറിച്ച് ഒന്നും തന്നെ യാതൊരു വിധമായ അറിവോ അതറിയാനുള്ള ആഗ്രഹമോ ഒന്നും തന്നെ ഇല്ല. നാം എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി അത് വേസ്റ്റാക്കി കളയുന്ന ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു തലമുറയായിട്ട് ഇന്ന് മാറിയിരിക്കുകയാണ്. എന്നാൽ കാനാവിലെ കല്യാണത്തിൽ അമ്മ മറിയം ആ കുടുംബത്തിൻ്റെ വേദന ഏറ്റെടുത്തുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കുവാൻ തൻ്റെ പുത്രൻ്റെ സമക്ഷത്ത് അവതരിപ്പിക്കുകയാണ്. പരിചാരകരോട് അമ്മ പറയുന്നത്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അപ്രകാരം ചെയ്യുവിൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രത്യേകമായിട്ട് തന്നെ പറയുന്നുണ്ട്, 2:5 വാക്യത്തിൽ, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അപ്രകാരം നിങ്ങൾ ചെയ്യുവിൻ. അത് സമ്പൂർണതയുടെ ഒരു വാക്കാണ്. പരിമിതികളും കുറവുകളും ഏറ്റെടുത്ത് അത് പരിഹരിക്കുന്നവളാണ് അമ്മ എന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സദൃശ്യവാക്യം 14:1 പറയുന്നുണ്ട്, സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തൻ്റെ വീട് പണിയുന്നു, ഭോഷത്വമുള്ളവളോ അത് തൻ്റെ സ്വന്തം കൈയാൽ പൊളിച്ചു കളയുന്നു. രണ്ടാമതായി അമ്മ മറിയം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ആത്മസമർപ്പണത്തിൻ്റെ ദീപ്തി പരത്തിയവളാണ് അമ്മ. ആത്മസമർപ്പണത്തിൻ്റെ ദീപ്തി പരത്തിയവളാണ് അമ്മ. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൂതൻ അവളെ വിട്ടുപോയി. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1:38 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. അമ്മ മറിയത്തിന്റെ സമർപ്പണത്തെക്കുറിച്ച് നാം എത്രയോ കേട്ടിരിക്കുന്നു. അവളുടെ ബലഹീന ഭാഗത്തെപ്പറ്റി എത്രയോ പേർ
വാചാലരാകുന്നുണ്ട്. ഏറ്റവും പൂജ്യമായതിൻ്റെ ഒരു ആഖ്യാനം ബിഷപ്പ് ബ്ലൂമിൻ്റെ ഓൺ പ്രയർ എന്ന ഗ്രന്ഥം വിശദമാക്കുന്നുണ്ട്. പരിശുദ്ധനായ പൗലോസ് ലീഹായുടെ ഒരു പ്രസ്താവനയുടെ വിശദീകരണ കുറിപ്പാണിത്. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഒരുപക്ഷെ പൗലോസ് ലീഹായുടെ ഈ ബോധ്യത്തിൽ നിന്നാകും സഭാപിതാക്കന്മാരൊക്കെയും തങ്ങളുടെ കത്തുകളിൽ ബലഹീനനായ നാം എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. നാം കരുതുന്ന വീക്ക്നെസ് എന്ന പദമല്ലിത്. ഒക്കേഷണലി നാം ചെയ്യുന്ന പാപത്തിൻ്റെ കമാനമായ പേരാണല്ലോ വീക്ക്നെസ് എന്നത്. എന്നാൽ ശരിയായ വിധത്തിൽ ബലഹീനത എന്നാൽ ദൈവസന്നിധിയിലുള്ള പൂർണ്ണമായ സമർപ്പണമാണ്. മറിയ വിചാരം ഇതിനോട് ബന്ധപ്പെടുത്തിയതാണ്. ഗബ്രിയേലിന്റെ വന്ദനം, അഖിലാണ്ടത്തിന്റെ ഉടയവൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ് ആ പാവം പെൺകുട്ടിയെ ബലപ്പെടുത്തുകയാണ് ഗബ്രിയേൽ. ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് അവൾ ആശ്ചര്യപ്പെടുകയാണ്. എന്നാൽ ദൈവദൂതൻ നൽകുന്ന മറുപടി അവളുടെ സന്ദേഹങ്ങൾക്ക് അറുതി വന്നു. ദൈവശക്തിയിലുള്ള ഈ ശങ്കയില്ലായ്മയാണ് പൂർണ്ണ സമർപ്പണം. സ്വന്തം ബലത്തിലോ വിവേകത്തിലോ ഊന്നിയുള്ളതല്ലിത്. നമ്മുടെ ബലം പിടുത്തങ്ങൾ ദൈവശക്തിയുടെ പ്രകടനത്തിന് വിലങ്ങുതടിയാകും എന്ന് നാം മറക്കരുത്. സദൃശ്യവാക്യം 3:5 പറയുന്നുണ്ട്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ഈ നോമ്പ് നമ്മെ ആത്മീയതയിൽ ഒരമ്മ വിചാരം തൃപ്തിപ്പെടുത്തുവാൻ തക്കവണ്ണം ഉതകുന്നതാകട്ടെ. ഉള്ളിൽ അമ്മയില്ലാതെ പോകുമ്പോഴാണ് നമ്മുടെ വിചാരങ്ങൾ വന്യമാകുക, നമ്മുടെ കണ്ണുകളിൽ വാത്സല്യം നഷ്ടപ്പെടുക, നമ്മുടെ ചിരികളിൽ കാപട്യം നിറയുക, നമ്മുടെ സഹനങ്ങളിൽ പെറുപെറുപ്പുകൾ ഉണ്ടാകുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയങ്ങളിൽ ഒരമ്മ ഉണ്ടാകണം. അമ്മ മറിയത്തിൻ്റെ ആത്മീയ ഭാവം നിഴലിക്കണം. നിശ്ചയമായും ക്രിസ്തു ഉണ്ടാകും നമ്മോടൊപ്പം. ദൈവത്തിന് പോലും നമ്മെ ഉപേക്ഷിക്കാനാവില്ലെങ്കിൽ പിന്നെ അമ്മയപ്പന്മാരെ ഉപേക്ഷിക്കാൻ നമുക്ക് എന്താണ് അധികാരമുള്ളത്? ഈ നോമ്പിൻ്റെ അനുഭവത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം നമ്മോട് തന്നെ ചോദിക്കണം, നമ്മുടെ ഹൃദയങ്ങളിൽ ഒരമ്മയുടെ വികാരം, ഒരമ്മ മനസ്സ് രൂപപ്പെടുന്നുണ്ടോ? ഒരമ്മ മനസ്സ് രൂപപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ കരുണയുണ്ടാകും, വാത്സല്യമുണ്ടാകും, സ്നേഹമുണ്ടാകും, തലോടലുണ്ടാകും, കരുതലുണ്ടാകും. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഈ 15 ദിവസങ്ങൾ നമ്മുടെ ഹൃദയത്തിന് ഒരു രൂപാന്തരത്തിൻ്റെ അവസ്ഥ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ മീററ്റ് ഇടവകയിലെ ബഹുമാനപ്പെട്ട വികാരിയച്ഛനോടും എന്നെ കേട്ടിരുന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഒറ്റ വാക്കിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.